ഗൈസ്, അപ്പോൾ നമ്മുടെ ബ്ലാസ്റ്റേഴ്സിൻ്റെ രണ്ടാമത്തെ ഫ്രണ്ട്ലി മാച്ച് കഴിഞ്ഞ ദിവസമാണ് നടന്നത്. സോ ബ്ലാസ്റ്റേഴ്സിൻ്റെ സെക്കൻഡ് ഫ്രണ്ട്ലി മാച്ചിനെ കുറിച്ചുള്ള ചില കാര്യങ്ങളും അതുപോലെ തന്നെ ISLമായി ബന്ധപ്പെട്ടുള്ള 1-2 അപ്ഡേറ്റ്സ് ആണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കുന്നത്. സോ ആദ്യം തന്നെ ഫ്രണ്ട്ലി മാച്ചിലേക്ക് വരുമ്പോൾ എഗെയിൻസ്റ്റ് ഗോകുലം കേരള FC 3-1 എന്നുള്ളൊരു മാർജിനിൽ ബ്ലാസ്റ്റേഴ്സ് വിജയിക്കുമ്പോൾ പുതിയ സീസണിലേക്ക് സ്വാഭാവികമായി പ്രതീക്ഷകൾ ഉണ്ടാകും. പേഴ്സണലി ആദ്യത്തെ മത്സരത്തിൻ്റെ മാച്ച് റിസൾട്ടിൽ ഞാൻ ഒട്ടും സാറ്റിസ്ഫൈഡ് അല്ലായിരുന്നു. ബട്ട് കഴിഞ്ഞ ദിവസത്തെ മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സിൻ്റെ ഭാഗത്തു നിന്നുള്ള ഒരു ഗംഭീര പ്രകടനം തന്നെയായിരുന്നു ഉണ്ടായിട്ടുള്ളത്. എസ്പെഷ്യലി വളരെ ഇൻറ്റൻസ് ആയിട്ടുള്ള കണ്ടിന്യൂസ് അറ്റാക്കുകൾ ബ്ലാസ്റ്റേഴ്സിൻ്റെ ഭാഗത്തു നിന്ന് ഈ ഒരു മത്സരത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. കഴിഞ്ഞ മത്സരത്തിൽ കൂടുതൽ ബോൾ ഹോൾഡ് ചെയ്ത് മത്സരത്തിലെ ഓരോ മൊമെൻറ്റ്സും ബ്ലാസ്റ്റേഴ്സ് കടന്നു പോയി എങ്കിൽ ഈ ഒരു മത്സരത്തിൽ കൂടുതൽ വൺ ടച്ച് പാസുകൾ കളിച്ച് കൂടുതൽ അറ്റാക്കിംഗ് ത്രെട്ടുകൾ സൃഷ്ടിച്ച ബ്ലാസ്റ്റേഴ്സിനാണ് നമുക്ക് കാണാൻ സാധിച്ചത്. ഈ ഒരു മത്സരത്തിൽ ഗോൾ സ്കോർ ചെയ്തിട്ടുള്ള വിക്ടർ ബോർമിറ്റുവും എബിൻ ദാസും റോളിൻ ബോർജസിനും അപ്പുറം ഈ ഒരു മത്സരത്തിൽ പേഴ്സണലി എന്നെ ഇംപ്രസ് ചെയ്തത് ഡിഫൻഡർ ഒമർ ബാവുവും കെവിൻ യോക്കയുടെ പെർഫോമൻസ് ആണ്. സെറ്റ് പീസുകളിൽ ഒമർ ബാവുവിൻ്റെ പ്രസൻസ് അത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. ഇത്തവണ കേരള ബ്ലാസ്റ്റേഴ്സിന് സെറ്റ് പീസുകളിൽ ഒരു അഡ്വാൻറ്റേജ് ഒമർ ബാവു നൽകുമെന്നുള്ളതിൽ യാതൊരു ഡൗട്ടുമില്ല. രണ്ടാമതായിട്ട് കെവിൻ യോക്കയുടെ കാര്യമാണ്. അദ്ദേഹത്തിനെ പറ്റി പറയാനാണെങ്കിൽ പ്രത്യേകിച്ച് പറയാനായിട്ട് ഒരുപാടുണ്ട്. കാരണം പുള്ളിക്കാരൻ ഇത്തവണ ISL എന്തെങ്കിലുമൊക്കെ നേടുമെന്നുള്ളതിൽ യാതൊരു ഡൗട്ടുമില്ല. അമ്മാതിരി ഒരു ഐറ്റമാണ് ബ്ലാസ്റ്റേഴ്സ് കൊണ്ടുവന്നിട്ടുള്ളത്. എനിവേ ഗൈസ്, രണ്ടാമത്തെ അപ്ഡേറ്റിലേക്ക് വരുമ്പോൾ ഫിക്സ്റ്റേഴ്സിൻ്റെ കാര്യത്തിലാണ്. ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സിൻ്റെ ഫിക്സ്റ്റേഴ്സിൽ പല ഫാൻസും ആശങ്ക പ്രകടിപ്പിക്കുന്നത് കണ്ടു. അതായത് ഇത്തവണ AFF ഫിക്സ്ചർ തയ്യാറാക്കിയപ്പോൾ ബ്ലാസ്റ്റേഴ്സിന് മാത്രമായിട്ട് ടഫ് കോമ്പറ്റീറ്റേഴ്സിനാണ് ആദ്യം മത്സരങ്ങളിൽ ഷെഡ്യൂൾ ചെയ്തിട്ടുള്ളതെന്നാണ്. വൺ സൈഡഡ് ആയിട്ടുള്ള തീരുമാനമായിട്ടാണ് പലരും പറയുന്നത്. പേഴ്സണലി എൻ്റെ ഒരു ഒപ്പീനിയൻ പറയുവാണെങ്കിൽ നമുക്കൊന്നും ഇതിനെക്കുറിച്ച് കമൻറ്റ് ചെയ്യാൻ സാധിക്കില്ല. ഇതിനു മുമ്പും ഫിക്സ്റ്റേഴ്സിൽ കരുത്തരായിട്ടുള്ള എതിരാളികൾ തന്നെ ആയിരുന്നു ബ്ലാസ്റ്റേഴ്സിന് നേരിടേണ്ടി വന്നിട്ടുള്ളത്. സോ അതൊന്നും എക്സ്ക്യൂസായി പറയുന്നതിനോട് ഞാൻ യോജിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഫാൻസ് കുറച്ചുകൂടി മെച്യൂരിറ്റി കാണിക്കണം എന്നുള്ളതാണ്. എനിവേ ഗൈസ്, ഇതൊക്കെയാണ് അപ്ഡേറ്റ്. അപ്പോൾ വീഡിയോ അവസാനിക്കുന്നു. അടുത്തൊരു അപ്ഡേറ്റ് വരുന്നതായിരിക്കും. ബൈ.